വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തി. നമ്മളൊക്കെ അത് കണ്ടതാണ്. നരേന്ദ്രമോദി വരുമ്പോൾ അത് ഇന്ത്യക്കാർക്ക് ഒരു അഭിമാന നേട്ടം തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ അന്താരാഷ്ട്ര വിഴിഞ്ഞം പദ്ധതി, അതിനെ കൊനഷ്ടുണ്ടാക്കാൻ CPM രംഗത്ത് വന്നു. കടൽ കൊള്ള എന്നായിരുന്നു അന്ന് CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ വന്നത്. ഇപ്പോ സ്വപ്ന നങ്കൂരമിട്ട് വിഴിഞ്ഞം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുതിയ ദേശാഭിമാനിയിലെ വാർത്ത. അപ്പോ മൊത്തത്തിൽ CPM അത് കൈയടക്കാം എന്ന് കരുതി, പക്ഷേ നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രധാനമന്ത്രി ജനങ്ങളെ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് കയ്യിലെടുത്തു. വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. വിഴിഞ്ഞം രാജ്യാന്തര സീപോർട്ട് ടെർമിനൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ മന്ത്രി VN വാസവൻ, MP മാർ തുടങ്ങിയവർ സന്നിഹിതരായ വേദിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അനന്തപത്മനാഭന്റെ മണ്ണിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗം തുടങ്ങിയത്. അപാരമായ സാധ്യതയുള്ള വിശാലമായ സമുദ്രത്തിനും പ്രകൃതി ഭംഗി ഒഴുകുന്ന സ്ഥലങ്ങൾക്കുമിടയിൽ വിഴിഞ്ഞം ഡീപ്പ് വാട്ടർ സീപോർട്ട് നിലനിൽക്കുക. കേരളത്തിലെയും ലോകത്തെയും ജനങ്ങളെ അഭിനന്ദിക്കുകയാണ് ഞാൻ. വിഴിഞ്ഞം പുതിയ വികസനത്തിന്റെ പ്രതീകമാണ്. ഇവിടെ ലോകത്തിലെ വലിയ ചരക്ക് കപ്പലുകൾ എത്തും. ഇതുവരെ ഇന്ത്യയുടെ 70% ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളിലായിരുന്നു നടന്നത്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തിന്റെ പണം രാജ്യത്തിന് തന്നെ ലഭിക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ട് പിണറായിയൊക്കെ വാ പൊളിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം പിണറായിക്കൊന്നും വലിയ റോളില്ലല്ലോ. പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞാൽ മുഴുവൻ കണ്ണുകളും ലോകശ്രദ്ധ മുഴുവൻ പ്രധാനമന്ത്രിയിലേക്കാണ് എന്നുള്ളതാണ്. എന്നാൽ വിഴിഞ്ഞത്തെ സാർവദേശിക തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ LDF സർക്കാരിന്റെ ഇച്ഛാശക്തി എന്നാണ് പിണറായി പറയുന്നത്. ഏത് വികസനത്തിനും തടയിടുന്ന അന്തം കമ്മികളാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ വാക്ക് പറയുന്നത് എന്നുള്ളത് ജനം ആലോചിക്കണം എന്നുള്ളതാണ്. ഇത് അഭിമാനകരമായ നിമിഷമാണ്. ലോകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന തുറമുഖമായി വിഴിഞ്ഞം മാറും. നിർമ്മാണം പൂർത്തിയാക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി. 3ാം മില്ലേനിയത്തിലെ വികസന സാധ്യതയിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം ആണ് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് പിണറായി വിശേഷിപ്പിച്ചത്. ആദ്യമായാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നതെന്നും മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പറഞ്ഞു. 8686 കോടിയിൽ 5370.86 കോടി കേരളം മുടക്കുമ്പോൾ ബാക്കി 2497 കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മുടക്കുന്നത്. 818 കോടിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് കേന്ദ്രം നൽകുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ വിശ്രുതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ച് സാർവദേശിക തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ്, ഇച്ഛാശക്തിയാണ്. ഈ തുറമുഖത്തോടെ $220 ദശലക്ഷം പ്രതിവർഷ രാഷ്ട്രനഷ്ടം നികന്നു നീങ്ങുകയായി. 75% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇക്കാലം അത്രയും. ഇത് അവസാനിപ്പിക്കുകയാണ്. രാഷ്ട്രം നഷ്ടം വലിയൊരളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നത് കേരളീയർക്കാകെ അഭിമാനമാണ്. കേരളത്തിന്റെ സ്വപ്ന സാഫല്യമാണിത്. നാടിന്റെ അഭിമാന മുഹൂർത്തമാണിത്. ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കുകയല്ല, 3ാം മില്ലേനിയത്തിലെ വികസന സാധ്യതയിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണ്. ഇന്ത്യയെ സാർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക് ഭൂപട ശൃംഖലയിൽ കണ്ണിച്ചേർക്കുന്ന മഹാസംരംഭം. രാജ്യത്തിന്റെ ചരിത്രത്തിൽ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ച് സാർവദേശിക തുറമുഖമാക്കി മാറ്റിയത് കേരളത്തിലെ LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. ഒരുപാട് സവിശേഷതകളുണ്ട്. ആദ്യമായി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത്. ചെലവിന്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. 8686 കോടിയിൽ 5370.86 കോടി, ബാക്കി 2497 കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡാണ് മുടക്കുന്നത്. 818 കോടിയുടെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടാണ് കേന്ദ്രം നൽകുന്നത്. ഈ തുറമുഖത്തോടെ $220 ദശലക്ഷം പ്രതിവർഷ രാഷ്ട്രനഷ്ടം നികന്നു നീങ്ങുകയായി. 75% കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചു വിടുകയായിരുന്നു ഇക്കാലം അത്രയും. ഇത്
അവസാനിക്കുകയാണ്. രാഷ്ട്രനഷ്ടം വലിയൊരളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നത് അഭിമാനമാണ്. കരാർ പ്രകാരം 2045 മാത്രമേ ഇത് പൂർത്തിയാവേണ്ടതുള്ളൂ. നമ്മൾ അതിന് കാത്തു നിന്നില്ല. 2024 തന്നെ കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു. മദർഷിപ്പിനെ സ്വീകരിച്ചു. തുടർന്ന് ഇങ്ങോട്ട് 250-ലേറെ കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരം വിട്ടു. ഇപ്പോഴിതാ 1-ാം ഘട്ടം പതിറ്റാണ്ട് മുൻപ് പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്യുന്നു. 2028 ഇതിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകും. ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായി. മഹാപ്രളയം, ഇതര പ്രകൃതിക്ഷോഭങ്ങൾ, കോവിഡ് അടക്കമുള്ള മഹാവ്യാധികൾ എന്നിവയൊക്കെ സമ്പദ്ഘടനയെ ഉലച്ചു. എന്നാൽ കേരളം അവിടെ തളർന്നിരുന്നില്ല. നിർമ്മാണ കമ്പനിയും നല്ല രീതിയിൽ സഹകരിച്ച് മുന്നോട്ട് പോയി. 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. ഇടക്കാലത്ത് അനിശ്ചിതത്വമായ പദ്ധതി പഠനത്തിനായി 2009 ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ നിയോഗിച്ചു. 2010 ടെൻഡർ നടപടിയിലേക്ക് കടന്നെങ്കിലും കേന്ദ്രം ആ ഘട്ടത്തിൽ അനുമതി നിഷേധിച്ചു. തുടർന്നുള്ള ഘട്ടം പദ്ധതിക്കായുള്ള മനുഷ്യച്ചങ്ങൾ അടക്കമുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു. 2015 ഒരു കരാർ ഉണ്ടായി. എന്നാൽ പല തലങ്ങളിലേക്കുള്ള വിമർശനങ്ങൾ അത് നേരിട്ടു. വിമർശനങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം പദ്ധതി നടപ്പാവുക തന്നെ വേണമെന്ന നിലപാട് ഞങ്ങൾ കൈക്കൊണ്ടത്. വികസനകാര്യ രാഷ്ട്രീയ വേർതിരിവ് വേണ്ട എന്ന നയമാണ് കൈക്കൊണ്ടത്. അത് പ്രകാരമാണ് 2016 അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ഘട്ടത്തിൽ ബൃഹത് തുറമുഖമായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ എടുത്തത്. അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത്. സ്ഥാപിത താല്പര്യക്കാർ പടർത്താൻ ശ്രമിച്ച തെറ്റിദ്ധാരണകളെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതിജീവിച്ചു. നിയമക്കുരുക്കുകൾ അടക്കം നീക്കി തീരദേശ പുനരധിവാസ ജീവനോപാധി പ്രശ്നങ്ങൾ 120 കോടി ചെലവാക്കി പരിഹരിച്ചു. അവിടുത്തെ പെൺകുട്ടികളെ ക്രെയിനിൽ പ്രവർത്തിപ്പിക്കുന്ന ജോലി അടക്കം ഏൽപ്പിച്ചു. തദ്ദേശീയ സ്ത്രീകൾക്കായി സ്കില്ലിംഗ് സെന്റർ തുറന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സങ്കടങ്ങൾക്ക് അറുതി ഉണ്ടാക്കിയാണ് സർക്കാർ നീങ്ങിയത്. 5000-ത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത്. കൂടുതൽ പേർക്ക് ഇത് പ്രയോജനകരമാവുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് കേരളത്തിന്റെ, അതിനപ്പുറം ഇന്ത്യയുടെയും ആകെ വികസനത്തെ ഈ തുറമുഖം വലിയ തോതിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയാണ് LDFന്റെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും വികസന കാര്യത്തിൽ നമുക്ക് മുന്നിൽ വെക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവർ ഇറങ്ങിത്തിരിച്ച പദ്ധതി അത് അടിച്ചു മാറ്റി സ്വന്തം കയ്യിൽ വച്ചിട്ട് ഇപ്പോൾ ഞങ്ങളുടെ അഭിമാനവും ഞങ്ങളുടെ നിശ്ചയദാർഢ്യമാണെന്ന് പറയാൻ ലേശം എളുപ്പം നാണവും ഇല്ലേന്ന് ചോദിച്ചാൽ അതുള്ളവരുടെ അടുത്ത് ചോദിക്കുന്നതാണ് കുറച്ചെങ്കിലും ശരി.